എല്ലാവർക്കും നമസ്കാരം. വിഷ്ണുവാണേ. നമ്മുടെ ഒരു ലിമിറ്റഡ് സ്പേസിൽ ഏറ്റവും ചിലവ് കുറച്ച് എങ്ങനെ കിച്ചൺ ചെയ്യാമെന്നുള്ളതിനെ പറ്റി ഒത്തിരി എൻക്വയറീസ് നമുക്ക് വന്നുകൊണ്ടിരിപ്പുണ്ട്. ലിമിറ്റഡ് സ്പേസ് മാത്രമല്ല, ഏതൊരു സ്പേസിലും എങ്ങനെ ഒരു ചെറിയ ചിലവിൽ ഇന്റീരിയർ ചെയ്യുന്നുള്ളതിന്റെ അല്ലെങ്കിൽ കിച്ചൺ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ചിലവാണ് ഈ കാണുന്ന സ്പേസ് എന്ന് നമുക്കൊരു 8 അടി 12 അടി ഈ ഒരു സ്പേസ് മാത്രമേ ഇവിടെ ഉള്ളൂ. ഒരു ഫ്ലാറ്റ് ആണ്, നമ്മുടെ കോട്ടയത്തുള്ള DD ഹോംസിലെ ഒരു ഫ്ലാറ്റ് ആണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചെയ്തേക്കുന്ന കിച്ചൺ ആണ്. ഇത് കണ്ടോ, ഏകദേശം 1.5 ലക്ഷം രൂപ ചിലവ് നമ്മൾ ചെയ്തേക്കുന്നതാണ് വിത്ത് ആക്സസറീസ്. ആ ആക്സസറീസ് നമുക്ക് വഴിയെ കാണാം. ഒരു ലൈറ്റ് ഗ്രേ വിത്ത് ഒരു വുഡൻ ഫിനിഷിലാണ് നമ്മളിവിടെ ചെയ്തേക്കുന്നത്. നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അപ്പം ഓൺസൈറ്റ് സൊല്യൂഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിച്ചൺ വന്നേക്കുന്ന രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ്. ഒരു C ടൈപ്പ് എന്ന് പറയാനൊക്കത്തില്ല, ശരിക്കും ഒരു ഗാലറി കൗണ്ടറും ഇപ്പുറത്ത് നമ്മുടെ ഒരു L ടൈപ്പ് കിച്ചൺ വന്നേക്കുന്നത്. ഇവിടെ 2 ബോക്സസ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ സിങ്ക് ഏരിയ കാണാൻ സാധിക്കും. അതിനുശേഷം നമ്മുടെ ഹുഡ് ആൻഡ് ഹോപ്പിന്റെ ഏരിയസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് GTPT വന്നിട്ടുണ്ട്. GTPT ഒക്കെ നമ്മുടെ ആക്സസറീസിൽ പെടുന്നതാണ്. ബാക്കി ആക്സസറീസും കാണിച്ചു തരാം. നമ്മുടെ 1.5 ലക്ഷം രൂപ ഞാൻ പറഞ്ഞു, ആ 1.5 ലക്ഷം രൂപയ്ക്ക് ആക്സസറീസ് പെടുന്ന സാധനമാണ് ഈ GTPT. അതിനുശേഷം ഇവിടെ 2 ഓപ്പൺ ബോക്സ് വന്നിട്ടുണ്ട്. നമ്മുടെ ഹുഡ് ആൻഡ് ഹോപ്പ് വന്നിട്ടുണ്ട്. തൊട്ട് താഴെ നമ്മുടെ കട്ട്ലറി യൂണിറ്റ് വന്നിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ നമ്മുടെ കപ്പാൻ സോസർ വന്നിട്ടുണ്ട്. അതിന് ഏറ്റവും താഴെ നമ്മുടെ താലി ബാസ്ക്കറ്റ്. അതിനുശേഷം ലാസ്റ്റ് ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുള്ളൗട്ട്. ഇത്ര ആക്സസറീസ് ആണ്. അതായത് 1, 2, 3, 4, 5 ആക്സസറീസ് നമ്മൾ ഈ ഒരു ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതാണ്. ഇനി ഇവിടെ നിന്ന് മേളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ബോക്സ് ഉണ്ട്. കിച്ചന്റെ ഡക്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സർവീസ് ഡക്റ്റും അതിന്റെ ഡോറും വന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് വേറെ ചെയ്തിട്ടില്ല. അതിനുശേഷം ഇപ്പുറത്തോട്ട് വരുമ്പോൾ നമ്മുടെ ഗാലറി കൗണ്ടർ കാണാം. ഈ ഗാലറി വന്നേക്കുന്ന 1, 2, 3, 4 ഓപ്പൺ ബോക്സസും അതിലൊന്ന് വലിയ ബോക്സാണ്. തൊട്ടടുത്ത് നമുക്ക് 1, 2, 3 ഷട്ടേഴ്സാണ് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് താഴെ എല്ലാം തന്നെ നമുക്ക് നോർമൽ ടൈപ്പ് ഷട്ടേഴ്സ്, അതിൻ്റെ ഉള്ളിൽ നമുക്ക് പാർട്ടീഷനാണ് ചെയ്തിട്ടുള്ളത്. താമസിക്കുന്ന വീടാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇൻസൈഡ് നമുക്ക് കാണിക്കാൻ സാധിക്കത്തില്ല. ഒരു പാർട്ടീഷനാണ്, ആസ് യൂഷ്വൽ ഒരു പാർട്ടീഷനാണ് വന്നിട്ടുള്ളത്. പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് നമുക്ക് വന്നേക്കുന്നത് നമ്മുടെ ഗാലക്സി ഗ്രാനൈറ്റ് ആണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കിച്ചൺ ചെയ്യുമ്പോഴത്തേന് ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് ഗാലക്സി ഗ്രാനൈറ്റ്. ഡ്യൂറബിലിറ്റിയുടെ കാര്യത്തിലും വിലയുടെ കാര്യത്തിലും ഒക്കെ തന്നെ ബെസ്റ്റ് ആണ്. നമുക്കൊരു സാധാരണക്കാരന് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബെസ്റ്റ് സംഭവം തന്നെയാണ് ഗാലക്സി ഗ്രാനൈറ്റ്. ഇനി അടുത്തായിട്ട് നമ്മുടെ ഡിസൈനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള സംഭവമാണ് നമ്മുടെ ബാക്ക് സ്പ്ലാഷ്, അതായത് ഈ കാണുന്ന ടൈല്. ഇത് നമ്മൾ ചെയ്തിട്ടുള്ളതല്ല, നമ്മൾ ഡിസൈൻ കൊടുത്തിട്ടുള്ളതാണ്. ഇത് ചെയ്തേക്കുന്നത് നമ്മുടെ നോർമൽ വുഡൻ ടൈൽസിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ സ്പേസിലാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. ഈ ചെറിയ സ്പേസിൽ ഇത്രയും ഒരു ഏരിയ നമുക്ക് കൺജഷൻ ഫീൽ ചെയ്യാത്തതിൻ്റെ ഒരു കാരണം വെച്ചാൽ ഇതിൻ്റെ കളറിംഗ് ആണ്. ഞാൻ എല്ലാ വീഡിയോക്കകത്തും പറയുന്നതാണ് കളർ പാലറ്റിങ്, പിന്നെ കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, ഒരു ചെറിയ സ്പേസിലേക്കാണെന്നുണ്ടെങ്കിൽ ഏത് കളർ, എങ്ങനത്തെ കളർ ചൂസ് ചെയ്യണം എന്നുള്ളത്. നമ്മളിവിടെ ലൈറ്റ് ഗ്രേ ചൂസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഒരു ചെറിയ സ്പേസ് ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഡാർക്ക് കളേഴ്സ് വന്നു കഴിഞ്ഞാൽ ഒരുപാട് കൺജഷൻ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ലൈറ്റ് വുഡനും ലൈറ്റ് ഗ്രേയും നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ചെയ്തൊരു വർക്കിനെ പറ്റി ഇങ്ങനെ പൂഴ്ത്തി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ക്ലയന്റ് സിത്താരാമുണ്ട്. സിത്താരാമിനോട് തന്നെ ചോദിക്കുക എങ്ങനെയുണ്ട് ഇതിന്റെ എക്സ്പീരിയൻസ് അല്ല നാമെന്ന് പറഞ്ഞേ. വളരെ നല്ലതാണ്, നല്ല കളറും എല്ലാമാണ്. പിന്നെ ഇത്രയും സ്ഥലത്തിനുള്ളില് വളരെ നല്ലപോലെ കബോർഡുകളും ഒക്കെ ചെയ്തു. അപ്പം വളരെ നല്ല വർക്കാണ്. സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ, പ്രശ്നമൊന്നുമില്ല. സർവീസിന്റെ കാര്യത്തിലും വർക്കിന്റെ കാര്യത്തിലും ഒന്നും കുഴപ്പമില്ല. നല്ല ഇതായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ക്ലയന്റിന്റെ എക്സ്പീരിയൻസ് അവർക്ക് വലിയൊരു കാര്യമാണ്. നമ്മൾ ചെയ്ത വർക്കിനെ എങ്ങനെ പൂഴ്ത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ക്ലയന്റ് ആണ് അതിന്റെ എങ്ങനെയാണ് നല്ലതാണ് അഴുക്കാണെന്ന് തീരുമാനിക്കാൻ നിങ്ങളാണ്. സോ എന്തായാലും താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. വളരെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പം ഇതുപോലുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ദിസ് ഈസ് വിഷ്ണു സൈനിങ് ഓഫ്.